നമസ്കാരം. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KGF എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസിൽ സുൽത്താനായി മാറിയ യശ് വീണ്ടും വരികയാണ്. പക്ഷെ ഇത്തവണ റോക്കി ബൈ ആയിട്ടല്ല, അതിനേക്കാൾ കരുത്തുറ്റ ഒരു ഗാങ്സ്റ്റർ വേഷത്തിൽ. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് തീയതികളിലും ബഡ്ജറ്റിലും വന്ന ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്ന ടാഗ് ലൈനോട് കൂടെ എത്തുന്ന ഈ ചിത്രം ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ഡ്രാമയാണ്. പഴയ കാലഘട്ടത്തിലെ ഗോവയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. കടൽ തീരത്തെ വർണ്ണാഭമായ കാഴ്ചകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെയും അധോലോകത്തിന്റെയും കഥയാണ് സിനിമ പറയുന്നത്. യശ് ചിത്രത്തിൽ ഇരട്ട വേഷത്തിലാണ് എന്നെത്തുന്ന സൂചനകൾ ചിത്രത്തിന് വലിയ ഹൈപ്പാണ് നൽകുന്നത്. ആക്ഷനും ഇമോഷനും ഒരുപോലെ കലർന്ന ഒരു ഗംഭീര ദൃശ്യവിരുന്നായിരിക്കും ഗീതു മോഹൻദാസ് ഒരുക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ബഡ്ജറ്റിലാണ് ടോക്സിക് ഒരുങ്ങുന്നത്. ഏകദേശം 600 മുതൽ 700 കോടി രൂപ വരെയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചിലവായി കണക്കാക്കുന്നത്. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നായി ടോക്സിക് മാറും. താരനിരയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, താര സുതാരിയ, രുക്മിണി വസത് തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. കൂടാതെ ഹോളിവുഡ് ആക്ഷൻ കൊറിയോഗ്രാഫർ ജെ പെറി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സാങ്കേതിക വിദഗ്ധരും ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നു. റിലീസിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് ചെറിയൊരു നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ മാർച്ച് 19 റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്ട് പരിഗണിച്ച് ഗ്ലോബൽ റിലീസ് കൂടുതൽ സൗകര്യപ്രദമാക്കാനാണ് തീരുമാനം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2026 ജൂൺ 4 ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തുക. കന്നഡയിലും ഇംഗ്ലീഷിലുമായി ഒരേ സമയം ചിത്രീകരിക്കുന്ന ഈ സിനിമ എല്ലാ പ്രധാന ഇന്ത്യൻ ഭാഷകളിലും മൊഴിമാറ്റിയെത്തും. പ്രശസ്ത ഛായാഗ്രഹകൻ രാജീവ് രവിയാണ് ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. രവി ബസ്രൂറാണ് സംഗീതം. യശ് തന്നെ കഥാരചനയിലും നിർമ്മാണത്തിലും പങ്കാളിയാവുന്ന പ്രത്യേകതയുമുണ്ട്. KGFന് ശേഷം യശിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും ഈ ചിത്രം എന്നാണ് സിനിമാ ലോകം പ്രവചിക്കുന്നത്. ഗോവയിലെ കടൽ തീരത്ത് യശ് നടത്തുന്ന ആ താണ്ഡവം നിങ്ങൾ കാണാൻ കാത്തിരിക്കുകയല്ലേ? ടോക്സിക് ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി സിനിമ കഫേ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.